ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പോളയാണ് ഉണ്ടാക്കുന്നത്. മുട്ട മസാല പോള. നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആദ്യം ഒരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മീഡിയം സൈസിലുള്ള 2 സവാളയാണ് കേട്ടോ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറേശ്ശെ ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഏകദേശം ആ ഒരു സവാളയൊക്കെ ഒന്ന് വഴന്നിട്ടൊന്ന് ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പേസ്റ്റ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം വഴന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം കുറച്ച് എരിവൊക്കെ ഉണ്ട്. അപ്പോൾ എരിവ് നന്നായിട്ട് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മുളക് പൊടി ആണെങ്കിൽ കുറയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഞാൻ 2 മുട്ട കേട്ടോ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 2 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ അല്ലിയാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ്. അപ്പോൾ എരിവ് നിങ്ങൾക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. 1/2 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് മൈദ, 3/4 കപ്പോളം ഓയിൽ. അപ്പോൾ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ സാധാരണ ഓയിലൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ മണമുള്ള വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ. പിന്നെ അതുപോലെ 1.25 കപ്പോളം പാല്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് പൊടി മേലെ ആയതുകൊണ്ട് നമ്മൾ അടിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു മൂടിൻ്റെ മേലെ കുറേ പൊടിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ കട്ടയൊന്നുമില്ലാത്ത നല്ല ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ 3 മുട്ട ഇവിടെ പുഴുങ്ങിയിട്ട് ഇതുപോലെ 4 പീസായിട്ട്, ഒരു മുട്ട 4 പീസായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അല്ലാതെ പകുതിയായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു മുട്ട കട്ട് ചെയ്തിട്ട് ഹാഫായിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ പോള ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു സോസ് പാനിലേക്ക് ഞാൻ കുറച്ച് ഗീ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിം ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ബാറ്ററിൽ 3/4 ഭാഗത്തോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന മസാല കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയറായിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പകുതി മസാല മാത്രം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ബാറ്റർ ഒഴിച്ച് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു മസാല ഇട്ട് കൊടുത്തിട്ട് 30 സെക്കൻഡോളം ഒന്നിങ്ങനെ അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു ലിഡ് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് നിരത്തിയെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 1/4 ഭാഗത്തോളം ഒരു ബാറ്റർ ഇതിൻ്റെ മേലെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ടൊമാറ്റോൻ്റെ സ്ലൈസസും അതുപോലെ മല്ലിയിലയും വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഏകദേശം 10 to 15 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 15 മിനിറ്റൊക്കെ ആയ സമയത്ത് നമ്മളിത് ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ അതിന് മേലെ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എന്നാൽ അതിൻ്റെ ഒരു മേലെ ഭാഗത്ത് കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പാനിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് ബട്ടർ ആക്കിയിട്ട് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ആ ഒരു പോള തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പോള നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു ഏകദേശം 1 മിനിറ്റോളം ജസ്റ്റ് ഒന്നിങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം. അപ്പോൾ നിങ്ങൾ ഓവനിലാണ് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 പ്രാവശ്യമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മേലെയും താഴെയൊക്കെ കുക്കായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ 1 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആ പാനിനെടുത്ത് മാറ്റാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മേലെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കറക്റ്റ് സമയത്ത് നമ്മൾ വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടെങ്കിൽ മേലെ നല്ലൊരു ലൈറ്റ് കളറായിട്ട് നിൽക്കും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന മുട്ട മസാലപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. ആ വെളുത്തുള്ളിയുടെയും അതുപോലെ കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റുള്ള ഒരു ബാറ്ററും അതുപോലെ എഗ് മസാലയൊക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. നമ്മൾ ഏകദേശം മുട്ട പപ്സൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എണ്ണയൊക്കെ അധികം യൂസ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയാണ്. ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്.